20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലയോര നാടുകളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലെക്സ് യുദ്ധം. എടക്കര മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഒരാഴ്ചയായി ഫ്ലെക്സ് യുദ്ധം ആരംഭിച്ചത്. അർജന്റീന ആരാധകർ 350 അടി നീളമുള്ള ഫ്ലെക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ബ്രസീൽ ആരാധകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ സടകുടഞ്ഞെണീറ്റ ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലെക്സ് 5 ദിവസം കൊണ്ട് റോഡരികിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ തങ്ങൾ സ്ഥാപിക്കാനിരുന്ന 350 അടി ഫ്ലെക്സ് അർജന്റീനക്കാർ 600-ലേറെ അടിയാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ബ്രസീൽ ആരാധകരെ ഫ്ലെക്സിന്റെ നീളം കൂട്ടാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ ഞങ്ങൾ 900 അടി നീളമുള്ള ഫ്ലെക്സ് വെക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ പറയുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ 2 ആഴ്ചയായി തുടരുന്ന ഫ്ലെക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. മുണ്ട ജാസ് ക്ലബ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളുമാണ് ഇരു ടീമുകളുടെയും ആരാധകർ. ഫ്ലെക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗം ആരാധകർക്കും ചിലവ് വന്നിട്ടുണ്ട്. ആരാധകരായ പ്രവാസി സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായം ഇരുകൂട്ടർക്കുമുണ്ട്. മുണ്ടാങ്ങാടി മുതൽ പാലാട് വരെയുള്ള KNG റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇവർ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രി ഫ്ലെക്സ് ബോർഡ് കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ച ഫ്ലെക്സിൽ പെലെ അടക്കമുള്ള ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളും ലോകകപ്പ് നേടിയ ചിത്രങ്ങളും കപ്പുകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരിക്കൽ ഞങ്ങളും വരുമെന്ന പ്രത്യാശയോടെ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കാർ അപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെ ചിത്രം കണ്ണീരോർമ്മയായി ബ്രസീലുകാർ ചേർത്തിട്ടുമുണ്ട്. ഇത്രയൊന്നും ആരാധകരില്ലെങ്കിലും പോർച്ചുഗലിനും മുണ്ടയിൽ ഫ്ലെക്സ് സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ലോക റെക്കോർഡാണ് തങ്ങളുടെ ഫ്ലെക്സുകളെന്ന് ഇരു കൂട്ടരും അവകാശപ്പെടുന്നു. എതിർ ടീമുകളുടെ ആരാധകരാണെങ്കിലും ജാസ് ക്ലബിൽ തയ്യാറാക്കുന്ന പ്രൊജക്ടറിൽ ഒരുമിച്ചിരുന്നാണ് ഇരു കൂട്ടരും ലോകകപ്പ് കാണുക. അത് നമ്മൾ അർജന്റീനയാണ് നമ്മളിവിടെ ഫസ്റ്റ് ഈ കാൽനാട്ടുകർമ്മം ഇതൊക്കെ നടത്തിയ ഇവിടെ അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ ആ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അർജന്റീന ഒന്നും കൂടി വിപുലമായി വലുതാക്കി വെക്കാമെന്നുള്ളതാണ് ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു. അർജന്റീന ഫാൻസ് മുണ്ടയിലുള്ള എല്ലാ ആളുകളും അത് പുറത്തുള്ള ആളുകളൊക്കെ വന്ന് വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പത്രമാധ്യമങ്ങൾ ചാനലറൊക്കെ വന്ന് ഇതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ അർജന്റീനക്കാരെ ഞങ്ങളെ വെല്ലുവിളിച്ചു. 350 വെക്കുമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോലെ ഞങ്ങളെ വെല്ലുവിളിച്ചു. ഇതിൻ്റെ മേലേക്ക് വെക്കാനുള്ള ആൺകുട്ടികൾ ഈ മുണ്ടങ്ങാടിയിലുണ്ടെങ്കിൽ വെച്ച് കാണിച്ച് തരീന്ന് ഞങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് പണി തുടങ്ങിയത് അവരാണ്, കാല് കുഴിച്ചിട്ടത് അവരാണ്. എല്ലാ പണിയും തീർത്തിട്ട് പണി തീർന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളമായി. ഞങ്ങൾ ഒരു 5 ദിവസം കൊണ്ട് എല്ലാ പണിയും തീർത്ത് ഫ്ലെക്സ് ഇവിടെ 400-ൻ്റെ ഫ്ലെക്സ് ഇവിടെ വെച്ച് കാണിത് അവിടെ കാട്ടി കൊടുത്തിക്കണേ. വെല്ലുവിളിക്ക് ഞങ്ങൾ സ്വീകരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെച്ച് കാണിച്ചു കൊടുത്തിക്കണേ. ഇനി ഇതിൻ്റെ മേലേക്കിന് വെക്കട്ടെ. ന്യൂസ് ബ്യൂറോ, എടക്കര.